ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പൗലസ്ത്യനന്ദനായ രാവണൻ ലങ്കാരാജ്യത്തിൻ്റെ മധ്യത്തിൽ കാവലിനായി ധീരന്മാരായ 10,000 പടകളെയാണ് നിർത്തിയിട്ടുള്ളത്. ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ ജാജ്വല്യമാനനായി കാണുന്ന അസുരനഗരിയിൽ വലിയ വലിയ പൊൻ കമാനങ്ങളോടുകൂടിയ ഉന്നത മതിൽക്കെട്ടുകളും വെൺതാമരപ്പൂക്കൾ നിറഞ്ഞ അഗാധ കിടങ്ങുകളും ചൂഴുന്ന അസുരേന്ദ്ര ഭവനം ദേവനഗരിയെപ്പോലെ ദിവ്യ നാഥാനുനാദിയായും അശ്വങ്ങളുടെ ചെനക്കൽ, ആഭരണ സമൂഹങ്ങളുടെ ശിഞ്ചിതങ്ങൾ എന്നിവ കൊണ്ട് ശ്രേഷ്ഠമായും രഥം, വിമാനം തുടങ്ങിയ വാഹനനിരകളും ഉത്തമ തുരകങ്ങളും വെൺമേഘ തുല്യമായ നാൽക്കൊമ്പനാനകളും മിന്നിത്തിളങ്ങുന്ന കോപ്പുകളോടുകൂടിയ പിടിയാനകളും നിറഞ്ഞതായും മതിച്ച പക്ഷിമൃഗാദികളോട് ചേർന്നതായും മഹാവീരന്മാരായ 1000 നിശാചര ഭടന്മാർ കാവൽ നിൽക്കുന്നതായും ദേവേന്ദ്രമണി നിലയം പോലെ ശോഭിക്കുന്നതുമായ രാവണ പെരുമാളുടെ നഗരിയിലേക്ക് മഹാകപീശ്വരൻ പ്രവേശിച്ചു. വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ തൂണുകളിൽ തൂമുത്തുകൾ പതിച്ചതും ചന്ദനം, അകിൽ തുടങ്ങിയ ദ്രവ്യങ്ങളുടെ പരിമളം പരന്നതുമായ അന്തഃപുരത്തിലേക്ക് ഏറ്റവും സാമർഥ്യത്തോടെ വായുനന്ദനൻ കടന്നു. പശുസമൂഹത്തിൽ മേയുന്ന മദവൃക്ഷം പോലെ നിർമ്മലാംബരത്തിൽ താരാനികര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂർണ്ണചന്ദ്രൻ പാലൊളി കിരണങ്ങളെ വാരി വിതറുന്നത് അമേയ ബുദ്ധിമാനായ ഹനുമാൻ കണ്ടു. പാർത്തട്ടിലെ പാപങ്ങളെല്ലാം നശിപ്പിക്കുന്നവൻ, അപാരസാഗരത്തിന് വേലിയേറ്റമാകുന്നവൻ, പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും തേജസ്സേകുന്നവൻ, ആകാശമാകുന്ന അങ്കണത്തിൽ സ്വച്ഛന്തം ലാത്തുന്നവൻ, മുഴുവാർത്തിങ്കൾ വിരാജിക്കുന്നത് വാനരേശ്വരൻ നോക്കി. പാരിടത്തിലുള്ള മണിമന്ദിരങ്ങളിൽ, സായം സന്ധ്യാസമയത്ത് നിസീമവാരിധികളിൽ, നിർമ്മല ജലത്തിലെ വികസിച്ച സരോജങ്ങളിൽ സുമനോമോഹനമായൊരു തേജസ് പ്രകാശിക്കുക പതിവുണ്ടല്ലോ. ആ ശോഭാസമൂഹം ഒന്നിച്ച് ചന്ദ്രമണ്ഡലത്തിൽ വിളങ്ങിത്തുടങ്ങി. വെള്ളിക്കൂട്ടിലെ രാജഹംസം പോലെ, മദഗജമേറിയ മഹാശൂരനെ പോലെ മുഴുമതി ബിംബം നഭോമണ്ഡലത്തിൽ പ്രശോഭിച്ചു. ഹിമാംബു ബിന്ദുക്കളാകുന്ന ചളിയെല്ലാം നീങ്ങി. ശ്രേഷ്ഠ നക്ഷത്രങ്ങളുടെ ചേർച്ച കൊണ്ട് മങ്ങലെല്ലാം പോയി. ശോഭ തികവിനാൽ കളങ്കം കൂടി ഭംഗിയായി മാറിയ ശശാങ്ക ഭഗവാൻ വിരാജിച്ചു. പാറപ്പുറത്ത് സസുഖം ഇരിക്കുന്ന മൃഗേന്ദ്രനെ പോലെ, വലിയൊരു യുദ്ധത്തിൽ വിജയം വരിച്ച ഗജേന്ദ്രനെ പോലെ, നല്ലൊരു സാമ്രാജ്യം സ്വാധീനത്തിലെത്തിയ നരേന്ദ്രനെ പോലെ വിഹായസിൻ്റെ മധ്യത്തിൽ ഏണാങ്കൻ പരിലസിച്ചു. ഉദയത്താൽ തന്നെ അന്ധകാരം അകറ്റി മാംസാശനരായ നിശാചരന്മാർക്ക് ബലം ഇയറ്റി ഒന്നിച്ചു ചേർന്ന വധൂവരന്മാരുടെ ദുഃഖമകറ്റി വിണ്ണിന്നാകെ മഹാ തേജസ്സേറ്റിയ വാർമതി വാനിടത്തിൽ വിലസി. കർണാനന്ദകരമായ വീണാനാദം പല സ്ഥലത്തു നിന്നും മുഴങ്ങി. വല്ലഭന്മാരോടുകൂടി വനിതാമണികൾ നിദ്രാവശകരായി. നക്തഞ്ചരന്മാർ ഹൃദ്യമായും അത്ഭുതമായും തിളങ്ങുന്ന ആ നിശയിൽ ക്രീഡാവിനോദത്തിനു ഒരുങ്ങി. ഐശ്വര്യസമൃദ്ധങ്ങളായ ആലയങ്ങളിൽ മത്തമാതംഗങ്ങൾ, തൻ്റെടം ഇല്ലാത്ത മട്ടിൽ തുള്ളിക്കളിക്കുന്ന അശ്വസമൂഹങ്ങൾ, ഉത്തമങ്ങളായ രഥപംക്തികൾ എന്നിവ നിറഞ്ഞ് ശോഭിക്കുന്നത് ബുദ്ധിമാനായ പവനതനയൻ കണ്ടു. ചില മന്ദിരങ്ങളിൽ പരിഹാസവാക്കുകൾ വീണ്ടും വീണ്ടും അന്യോന്യം പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് രസിക്കുന്നു. വേറെ ചിലതിൽ പരിക തുല്യബാഹുക്കൾ പരസ്പരം കോർത്തുപിടിക്കുന്നു. മതമാർന്നതുകൊണ്ട് പേ പിടിച്ച പോലെയുള്ള വാക്കുകളാണ് മറ്റു ചിലയിടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നത്. സ്വഹൃദയ വികാരങ്ങൾ വ്യക്തമാക്കുന്ന ഭാവത്തോടെ ചില അരക്കന്മാർ കാമിനികളുടെ അടുത്തേക്ക് എത്തുന്നു. പലതരത്തിലുള്ള വേഷഭൂഷാദികളാൽ വേറെ ചിലർ മോടികൂട്ടുന്നു. ചില അസുരശ്രേഷ്ഠന്മാർ കനത്ത വില്ലുകൾ ആഞ്ഞുവലിക്കുന്നു. തരുണീരത്നങ്ങളിൽ ചിലർ ഉത്തമ കുറിക്കൂട്ടുകൾ പൂശി നിദ്ര ചെയ്യുമ്പോൾ മറ്റു ചിലർ അത്യുത്സാഹത്തോടെ പലതും പറഞ്ഞു ചിരിക്കുന്നു. വേറെ ചിലർ ഏറ്റവും ചൊടിച്ചുകൊണ്ട് ദീർഘനിശ്വാസം ഇടുന്നു. ഉഗ്രസർപ്പങ്ങൾ ചീറ്റുന്ന കയം എന്ന പോലെ പ്രൗഢങ്ങളായ മതയാനകൾ, സംഭൂജ്യരായ ഉത്തമ ജനങ്ങൾ,
അമിതശക്തരായ വീരപ്പടകൾ എന്നിവരാൽ ലങ്കാനഗരി പ്രശോഭിച്ചു. അമേയ ബുദ്ധിമാന്മാർ, മധുര സംഭാഷണം ചെയ്യുന്നവർ, ലോകോത്തമരായ ആസ്തികന്മാർ, കേൾക്കുവാൻ തന്നെ സുഖമുള്ള പേരുള്ളവർ, ഇങ്ങനെ യാതു ധനാന്മാരാൽ ആ നഗരി പൂർണ്ണമായിരുന്നത് ഹനുമാൻ കണ്ടു. സുന്ദര രൂപമുള്ള ചിലർ കപീന്ദ്രന് സന്തോഷത്തെ വളർത്തി. സദ്ഗുണസമ്പന്നരായ ചില ദാനവ പ്രമുഖന്മാർ അതിനർഹമായ സൗഭാഗ്യം ഒത്തവരുമാണ്. ചുറ്റും ഒളി വീശത്തക്ക സുന്ദരീരത്നങ്ങൾ ധാരാളമുള്ളപ്പോൾ വൈരൂപ്യത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്തിയവരും ഇടയ്ക്കിടയ്ക്കുണ്ട്. ഉത്തമ വസതികളിൽ ശ്രേഷ്ഠഗുണങ്ങൾ, മനസംശുദ്ധി എന്നിവയൊത്ത കാമിനികൾ പാനത്തിലും കാന്തന്മാരിലും രമിച്ചുകൊണ്ട് താരകങ്ങൾ ഉദിച്ചുയരുന്നത് പോലെ പ്രശോഭിക്കുന്നത് മാരുതി കണ്ടു. സത്കുലജാതകളായ ഉത്തമ നാരികളെ പോലെ ലജ്ജാവിനയശ്രീയാർന്ന സുന്ദരീരത്നങ്ങൾ ഇരവിൽ സകുതുകം കമിതാക്കന്മാരെ ഗാഢ ആലിംഗനം ചെയ്ത് കുസുമാവൃതങ്ങളായ പെൺകിളികളെപ്പോലെ ചില ഭവനങ്ങളിൽ വിളങ്ങുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.